ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്കാദ്യം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നൽ. അപ്പോൾ ഇവിടെ നമുക്കൊരു സിഗ്നൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന സിഗ്നൽ അല്ലേ. അപ്പം ഈ ഫിഗർ നോക്കിയാൽ തന്നെ നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്നല്ലേ. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്രയാണ്? 12 വോൾട്ട് അല്ലേ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കിട്ടി. വോൾട്ട് കിട്ടി. ഇനി അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? 1/t ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ ടൈം പീരീഡ് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 10 മില്ലി സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 12 വോൾട്ട് അതുപോലെ 100 ഹെർട്സ് യൂണിറ്റ് എപ്പോഴും എഴുതണം, അത് മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഐ ഇൻ ദ ഡയഗ്രാം ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഐ കണ്ടുപിടിക്കണം. നമുക്കിത് KCL വെച്ചിട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് 2 ആംബിയർ ഇൻകമ്മിങ് ആണല്ലേ, അപ്പം +2. ഇനി ഐ എന്ന് പറഞ്ഞാൽ ഔട്ട് ഗോയിങ് ആണ്, -i. ഇനി 150 മില്ലി ആംബിയർ ഔട്ട് ഗോയിങ് ആണ്, അപ്പം -150. അപ്പം മില്ലി ആംബിയർ ആണ് അല്ലേ. അപ്പം മില്ലി എന്ന് പറയുമ്പോൾ നമ്മൾ 10⁻⁻³ (10⁻³ എന്ന് എഴുതിയാൽ മതി. അപ്പം ഇത്രയും ടേം ആംബിയറിലേക്ക് കൺവേർട്ടായി. ഇനി അടുത്തത് 10 മില്ലി ആംബിയർ, ഇത് ഇൻകമ്മിങ് അല്ലേ. അപ്പം എന്തായി? +10 × 10⁻³ എന്ന് വരും അല്ലേ, മില്ലി വരുന്നുണ്ട്. നമ്മൾ ആംബിയറിലേക്ക് കൺവേർട്ട് ആയി. അപ്പോൾ ഇത്രയും ടേംസ് ആംബിയറിലേക്കായി. ആംബിയറിന് എഴുതണമെന്നില്ല കേട്ടോ. =0. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ വാല്യൂവിനെ ആദ്യം സോൾവ് ചെയ്യാം. 10 × 10⁻³ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 10 × 1/1000 എന്ന് എഴുതാം അല്ലേ. 10⁻³ പറഞ്ഞാൽ 1/1000 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.01 കിട്ടും. അടുത്തത് 150 × 10⁻³ നമുക്കതിനെങ്ങനെ എഴുതാം? 150 × 1/1000 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഓരോ 0 ക്യാൻസലായി. 15/100 ആണ് അല്ലേ. അപ്പം 0.15 എന്ന് കിട്ടും. അപ്പം ഇത് നമുക്ക് എഴുതാം 2 - i - 0.15 + 0.01 എഴുതാം =0. ഇനി ഈ ഐനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. അപ്പം എന്തായി? +i ആവാൻ വേണ്ടിയിട്ട്. അപ്പം എന്ത് ചെയ്യാം? 2 - 0.15 + 0.01 = i എന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും i = 1.86 ആംപിയർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ എഫക്റ്റീവ് വാല്യൂ ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ. അപ്പം ഈ ഫിഗറിൽ നമ്മൾ ടോട്ടൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ഈ ഫിഗർ നോക്കിയാൽ നമുക്കറിയാം അല്ലേ, ഈ 2 ഇൻഡക്റ്റേഴ്സും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഇൻഡക്റ്റേഴ്സിൻ്റെയും ടോട്ടൽ ഇൻഡക്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം ടോട്ടൽ ഇൻഡക്റ്റൻസ് കാണേണ്ട ഇക്വേഷനാണ് L1 × L2/L1 + L2. അപ്പോൾ ഇവിടെ ഇത് രണ്ടുമാണ് പാരലൽ. അപ്പം നമുക്ക് എഴുതാം 22 × 2/22 + 2. അപ്പോൾ ഇവിടെ മില്ലി ഹെൻറിയിലാണ് തന്നിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ എന്ത് ചെയ്യുക? മില്ലി ഹെൻറിയിൽ തന്നെ ടോട്ടൽ ഇൻഡക്റ്റൻസ് നമ്മൾ മില്ലി ഹെൻറിയിൽ തന്നെ കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഇത് നമുക്ക് എത്ര കിട്ടും? 22 × 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 44 ആണ് അല്ലേ. 44/24 എന്ന് കിട്ടും. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1.83 മില്ലി ഹെൻറി കിട്ടും.
കാരണം എന്താണ്, ഈ രണ്ട് വാല്യൂസ് എന്താണ്, മില്ലി ഹെൻറിയിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫിഗറിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അല്ലേ, ഇത് മൊത്തം ഇത് നമ്മൾ സോൾവ് ചെയ്തിട്ടൊരു ടോട്ടൽ വാല്യൂ എത്ര കിട്ടി, 1.83 മില്ലി ഹെൻറി എന്ന് കിട്ടി അല്ലേ. ഇവിടെ ഓൾറെഡി ആദ്യത്തെ നമുക്ക് തന്നിട്ടുണ്ട് 22 മില്ലി ഹെൻറി. അപ്പം ഈ രണ്ട് ഇൻഡക്ടേഴ്സും എന്താണ്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം സീരീസ് കണക്ഷനിൽ രണ്ടും പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻഡക്റ്റൻസ് എല്ലാം എത്ര കിട്ടും, 22 പ്ലസ് 1.83. അപ്പോൾ എത്ര കിട്ടും, 23.83 മില്ലി ഹെൻറി എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഫൈൻഡ് ദ റിയാക്റ്റൻസ് ഓഫേർഡ് ബൈ ദിസ് കോമ്പിനേഷൻ വെൻ 50 വോൾട്ട് 1 kHz വോൾട്ടേജ് സോഴ്സ് ഈസ് കണക്റ്റഡ് ടു ദ ടെർമിനൽസ് എ ആൻഡ് ബി. ഈ ടെർമിനലിലേക്ക് നമ്മൾ 50 വോൾട്ട് 1 kHz വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിയാക്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇൻഡക്ടർ ആണല്ലേ. അപ്പം എന്താണ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് XL വെച്ചിട്ടാണ് അല്ലേ. എക്സലിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 2πfL അല്ലേ. XL = 2πfL. അപ്പം ഫ്രീക്വൻസി എത്ര, എഫ് ഫ്രീക്വൻസി ആണല്ലേ. ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട് 1 kHz തന്നിട്ടുണ്ട്. എൽ എന്താണ്, നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ തന്നെയല്ല. അപ്പോൾ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 23.83 മില്ലി ഹേർട്സ് ആണ്, മില്ലി ഹെൻറി ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഡയറക്റ്റായിട്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി കിലോ ഹേർട്സിലാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ബേസിക് യൂണിറ്റിലേക്ക് എല്ലാം കൺവേർട്ട് ചെയ്യണം. അപ്പം 1 × 10⁻³ എന്ന് എഴുതിയ ഇത് ഹേർട്സിലേക്കായി അല്ലേ. അപ്പം കിലോ 10⁻³ ആണ്. അതുപോലെ തന്നെ മില്ലി ഹെൻറി ഇവിടെ എന്ത് ചെയ്യുക, ഇൻറ്റു 10⁻³ ചെയ്താൽ അത് ഹെൻറിയിലേക്കായി. അപ്പം അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം 2 × പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 ആണ് അല്ലേ. ഇൻറ്റു ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 1 kHz ആണ്. അപ്പോൾ 1 × 10⁻³ 10⁻³ പറഞ്ഞാൽ കിലോ ഹേർട്സിൽ അല്ലേ. ഇൻറ്റു അടുത്തത് നമുക്ക് എൽ നമുക്കറിയാം, നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചു 23.83 × 10⁻³ അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, അപ്പോൾ നമുക്കിത് ചെയ്യുമ്പം 149.6524 ഓം എന്ന് കിട്ടും. റിയാക്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഇത്രയും കിട്ടും നമുക്ക്. RMS വാല്യൂൻ്റെ ഡെഫിനിഷൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. അപ്പം ക്വസ്റ്റ്യൻ എന്താണ്, റിലേഷൻ ബിറ്റ്വീൻ RMS വോൾട്ടേജ് ആൻഡ് മാക്സിമം വോൾട്ടേജ് ഈസ് ഗിവൺ ബൈ. അതായത് RMS വോൾട്ടേജ് VRMSഉം മാക്സിമം വോൾട്ടേജ് Vmaxഉം തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 3 ഓപ്ഷൻ ഉണ്ട്. VRMS = Vmax/√2, Vmax = VRMS/√2, VRMS × Vmax = √2. അപ്പം ആൻസർ എന്താണ്, VRMS = Vmax/√2. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം 2 ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഇൻ മെഡിക്കൽ ഫീൽഡ്. മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് 2 എണ്ണത്തിൻ്റെ പേര് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ECG, എക്സ്റേ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ആൻഡ് വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ടോട്ടൽ റെസിസ്റ്റൻസും കാണണം, കറണ്ടും കണ്ടുപിടിക്കണം. അപ്പം ഈ സർക്യൂട്ടിൽ നമുക്കറിയാം 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഇത് 3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ് സീരീസ് ആകുമ്പോൾ, ടോട്ടൽ റെസിസ്റ്റൻസ് R = R1 + R2 + R3. അതായത് 1 kilo ohm + 2 kilo ohm + 3 kilo ohm.
നമുക്ക് എത്ര കിട്ടും? 6 കിലോ ഓം എന്ന് കിട്ടി അല്ലേ? അപ്പം ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് 6 കിലോ ഓം കിട്ടി. ഇനി അടുത്തത് കറണ്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം കറണ്ട് I ഈക്വൽ ടു V/R. അപ്പം V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ് അല്ലേ? വോൾട്ടേജ് എത്രയാണ് തന്നിട്ടുള്ളത്? 6 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? റെസിസ്റ്റൻസ് എത്രയാണ്? നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട് 6 കിലോ ഓം. അപ്പം 6 ഇൻറ്റു നമ്മൾ ഓമിലേക്ക് ആക്കണമല്ലോ. അപ്പം ഇൻറ്റു 10⁻³ ഇത് കിലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻³ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 6ഉം ക്യാൻസൽ ആവും അല്ലേ? അപ്പോൾ എത്ര കിട്ടി? 1/10⁻³ എന്ന് കിട്ടി. അപ്പോൾ ഈ 10⁻³ മുകളിലേക്ക് കൊണ്ടുപോയാൽ എന്താവും? 10⁻³ ആവും. അപ്പം 1 ഇൻറ്റു 10⁻³ അതായത് ഇതിനെന്ത് എഴുതാം? 1 മില്ലി ആംപിയറിന് എഴുതാം അല്ലേ? അതായത് 10⁻³ പറഞ്ഞാൽ എന്താണ്? മില്ലി ആണ്. അപ്പോൾ അങ്ങനെ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് എഫക്റ്റീവ് വാല്യൂസ് ഓഫ് ദ ഫോളോയിങ്. അപ്പം 2 ക്വസ്റ്റ്യനാണുള്ളത്. ആദ്യത്തേത് 2 കപ്പാസിറ്റേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പാസിറ്റേഴ്സാണ് നമുക്കറിയാം. സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇക്വേഷൻ C1 × C2/C1 + C2 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ കപ്പാസിറ്റൻസ് ഈക്വൽ ടു 2 × 2/2 + 2 അതായത് 4/4 ആണ് കേട്ടോ അല്ലേ? അപ്പം 1 കിട്ടും. അപ്പോൾ എന്താണ് ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ്? 1 മൈക്രോ ഫാരഡ്. അപ്പം ഇത് സെയിം യൂണിറ്റ് ആണ് അല്ലേ? മൈക്രോ ഫാരഡും ഉണ്ട്. നമുക്കിതും മൈക്രോ ഫാരഡിൽ എഴുതാം. 1 μF കിട്ടി. അടുത്തത് ഇൻഡക്ടൻസ് ആണ് അല്ലേ? 2 ഇൻഡക്ടേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇൻഡക്ടേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ L1 + L2 ആണ് അല്ലേ? അപ്പം 2 മില്ലി ഹെൻറി + 2 മില്ലി ഹെൻറി ആണ് കിട്ടും. അപ്പം അതായത് 2 + 2 കിട്ടും. അതായത് 4 മില്ലി ഹെൻറി. അടുത്തത് ഒരു ഡെഫിനിഷനാണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഡെഫിനിഷനായിട്ട് പറഞ്ഞുതരാണ്. സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ചേർന്നിട്ടുള്ളതാണ് ഒരു സൈക്കിൾ. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ 1 കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് അൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. ഇതാണ് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.